ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീണ്ടും ഒരു പരീക്ഷണമാണ്. ഞാനിത് ആക്ച്വലി വേറൊരു വീഡിയോ കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചെറുതായിട്ടൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്, വലിയ കാര്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നുമില്ല, വീട്ടിലുള്ള തന്നെ നോർമലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളേ ഉള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സവാള, പിന്നെ കുറച്ച് കരിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതിലേക്ക് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ച് വറ്റൽമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ഫുൾ തക്കാളി ഞാൻ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് പിന്നെ കുറച്ച് കേർഡ് ആഡ് ചെയ്യണം. ഒരു പേസ്റ്റ് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല നമ്മളിതിനകത്തേക്ക്. അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് തൈരും കൂടി ആഡ് ചെയ്യുക. ആക്ച്വലി ഇതൊരു ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിയോണ്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അരി സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മളുടെ സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പേസ്റ്റായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പേസ്റ്റ് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 3/4 ടീസ്പൂൺ ഗരം മസാലയും, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വരഞ്ഞ് വെച്ച് ചിക്കൻ്റെ മുകളിൽ നല്ല വൃത്തിയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അടുപ്പത്ത് കുക്കർ വെക്കുക. കുക്കർ വെച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. ഈ ചിക്കൻ എടുത്ത് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള പേസ്റ്റൊക്കെ ചിക്കൻ്റെ മുകളിൽ നല്ല വൃത്തിയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് അറൗണ്ട് ഒരു 20 മിനിറ്റ്സ് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുക. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി അതിലേക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ട് അത് തിളയ്ക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് നാരങ്ങ നീരും പിന്നെ അതിലേക്കുള്ള മസാലകൾ കാര്യങ്ങൾ ആഡ് ചെയ്യുക. എന്നിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യും ഡാൽഡയും ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കുക്കർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ്സും കൂടി വയ്ക്കുക. ഓൾറെഡി ചിക്കൻ വെന്തോണ്ട് തന്നെ അപ്പുറത്തെ സൈഡ് ഒരു 5 മിനിറ്റ്സൊക്കെ വെന്താൽ മതി. അപ്പോഴേക്ക് നമ്മൾ റൈസിൻ്റെ വെള്ളം തിളയ്ക്കുന്നുണ്ട്. സോ അതിലേക്ക് നമ്മൾ റൈസ് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്യുക. ഇനി നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. ഒരു ഉരുളി എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് സവാള ആഡ് ചെയ്യുക, പിന്നെ പച്ചമുളക് ആഡ് ചെയ്യുക. പിന്നെ നല്ലപോലെ വഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും, സവാള നല്ല വഴഞ്ഞതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളിയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ തക്കാളി നല്ല വേവിച്ചെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ്റെ ഒരു ഗ്രേവി ഉണ്ടായിരുന്നല്ലോ കുക്ക് ചെയ്യാൻ വെച്ച സമയത്തുള്ള ആ ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ പുരട്ടി വെച്ച സമയത്ത് അതിനകത്ത് നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് ആ ഒരു മസാല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ വറ്റിച്ചെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ സോയ സോസും പിന്നെ കുറച്ച് മല്ലിയിലയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് മസാല ജസ്റ്റ് ചിക്കൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അഗൈൻ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. 2 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് ഈ ചിക്കൻ തിരിച്ചിടുക. എന്നിട്ട് വീണ്ടും ഈ മസാല വീണ്ടും അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഈ കുക്കറിനകത്ത് എടുത്തപ്പോഴേ ചിക്കൻ്റെ കാലൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ചെറുതായിട്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് തിരിച്ചിടുമ്പോഴൊക്കെ. അപ്പം വലിയ കാര്യമാക്കണ്ട, ടേസ്റ്റിലാണുള്ള കാര്യം. അപ്പോൾ ഫൈനലി നമ്മളെ ചിക്കൻ റെഡിയായി. കുക്കർ ചിക്കൻ ഇസ് റെഡി. സോ പിന്നെ നമ്മളെ റൈസും റെഡിയായി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ചെറിയ സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തൈരൊലിക്കാത്ത സാലഡ് ഉണ്ടാവില്ലേ, കുറച്ച് നാരങ്ങ നീരും പിന്നെ ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് ഉള്ളൊരു ചെറിയ സാലഡ് ഉണ്ടാക്കി. ഓവറോൾ കുക്കർ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു സോസിൻ്റെതും ആ ഒരു ടേസ്റ്റും പിന്നെ മസാലേൻ്റെ ടേസ്റ്റും ഒക്കെ കൂടി അടിപൊളിയായിരുന്നു. സോ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ചിക്കൻ